കൃപാസനം പ്രസാദപരമാതാവിൻ്റെ സന്നിധിയിൽ അമ്മ നമ്മെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വാതിലുകൾ അടഞ്ഞു പോയിട്ടുണ്ടോ? രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കുടുംബത്തിലെ സമാധാനക്കേടുകൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ആഗ്രഹങ്ങൾ. ഇന്ന് ഈ 10 മിനിറ്റ് പ്രാർത്ഥന നിങ്ങൾ ദൈവമാതാവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയൊരത്ഭുതത്തിന് നിങ്ങൾ സാക്ഷിയാകാൻ പോകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ തളർന്നിരിക്കുകയാവാം. എന്നാൽ ഓർക്കുക, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് നമ്മൾ കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ദൈവിക അധികാരത്തോടെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഒരു വരി പോലും വിട്ടുപോകാതെ മാതാവിനോട് ചേർന്ന് നിൽക്കുക. സാധാരണ പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമായി നാം ഇന്ന് അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ കരം പിടിച്ച് ഈശോയുടെ അടുത്തേക്ക് നയിക്കുന്ന ദിവ്യമായ വഴിയാണ് പ്രാർത്ഥന. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്നാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെറുതെ യാചിച്ചുകൊണ്ടല്ല, മറിച്ച് ദൈവമക്കൾ എന്ന അധികാരത്തോടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവിക അനുഗ്രഹങ്ങളെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ തടസ്സങ്ങൾ എന്തൊക്കെ ആയാലും, ജോലിയില്ലാത്ത അവസ്ഥ, മക്കളുടെ ഭാവി, മാറാരോഗങ്ങൾ, കടബാധ്യതകൾ തുടങ്ങി നിരവധിയായ ആഗ്രഹങ്ങളും അപേക്ഷകളും സങ്കടങ്ങളും ഇന്ന് അമ്മയുടെ മുൻപിൽ നാം സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. ഒരു നിമിഷം അമ്മയുടെ കണ്ണുകളിൽ നോക്കുക. നമുക്ക് ഒന്നായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനം നാഥേ, എൻ്റെ ഹൃദയത്തിലെ സങ്കടങ്ങളും കണ്ണുനീരും അമ്മ കാണുന്നുവല്ലോ. എൻ്റെ ജീവിതത്തിലുണ്ടായ വീഴ്ചകൾക്കും തെറ്റുകൾക്കും ഞാൻ ദൈവത്തോടും അമ്മയോടും മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ ഹൃദയത്തെ കഴുകി വെളുപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും നിരാശകളെയും സംശയങ്ങളെയും ഞാനിപ്പോൾ ഉപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സ്വർഗീയ മാതാവേ, അമ്മയുടെ മകനായ ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ കുടുംബത്തെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ഭാവി പദ്ധതികളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ കൃപാസന മാതാവേ, അമ്മയുടെ തിരുസന്നിധിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രോഗങ്ങൾക്ക് മേൽ ഞാൻ വിടുതൽ പ്രഖ്യാപിക്കുന്നു. ഈശോയുടെ തിരുമുറിവുകളാൽ ഞാൻ സൗഖ്യമുള്ളവളായി മാറുന്നു. എൻ്റെ സാമ്പത്തിക തടസ്സങ്ങൾക്ക് മേൽ ഞാൻ ദൈവിക സമൃദ്ധി പ്രഖ്യാപിക്കുന്നു. കടബാധ്യതകളുടെയും സാമ്പത്തിക ഞെരുക്കങ്ങളുടെയും കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. കൃപാസന മാതാവേ, എൻ്റെ മക്കളുടെ ഭാവിക്കുമേൽ ഞാൻ ദൈവിക സംരക്ഷണം പ്രഖ്യാപിക്കുന്നു. എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധിയും ദൈവഭയവും ഉയർന്ന വിജയവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. പിശാചിൻ്റെ എല്ലാ ആലോചനകളും വിഭജനങ്ങളും ഈശോയുടെ നാമത്തിൽ തകർന്നു പോകട്ടെ. കൃപാസന മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയോട് മധ്യസ്ഥത വഹിച്ച് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും പ്രതീക്ഷയും തീർന്നുപോയ ഈ സമയത്ത് എനിക്കായും
അവിടുത്തെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. എൻ്റെ ഈ പ്രാർത്ഥനകളെ അമ്മ സ്വീകരിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരം വരുന്നതുവരെ അമ്മ എന്നെ കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഏവർക്കും വേണ്ടി സ്വർഗത്തിൽ ഈ നിമിഷം വാതിലുകൾ തുറക്കപ്പെടുകയാണ്. വചനം പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗവും അമ്മ ഈശോയുടെ തൃപ്പാദങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി ഭയപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ അമ്മ തയ്യാറായി നിൽക്കുന്നു. അടഞ്ഞുപോയ വഴികൾ തുറക്കപ്പെടാൻ പോകുന്നു. രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ പോകുന്നു. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സ്വർഗീയ സമാധാനം നിറയാൻ പോകുന്നു. അമ്മേ കൃപാസനനാഥേ, അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ നന്മകളെയും ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ പക്കൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകൾ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശുനാഥൻ നൽകുമെന്ന് നമുക്കുറച്ചു വിശ്വസിക്കാം. അതിൻ്റെ പ്രതീകമായി ഒരു വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായും കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധ മാതാവേ, അമ്മ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ. കൃപാസന മാതാവേ, അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടിയും അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ഭവനത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ് എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന വെറുമൊരു തവണ കേട്ട് അവസാനിപ്പിക്കരുത്. വരുന്ന ദിവസങ്ങളിലും തുടർന്നും ഇനിയുള്ള പ്രാർത്ഥനകൾ തുടർച്ചയായി കേൾക്കുകയും പങ്കുചേരുകയും ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഏവരും നിങ്ങൾക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുക. കൃപാസന മാതാവിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നാളെയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ കരങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി.